ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ കയ്യിൽ ഇതേപോലെ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ബാഗുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതെടുക്കാം കേട്ടോ. അതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരു അടിപൊളി ഗിഫ്റ്റായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ നമ്മൾ എടുത്തിട്ട് ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പീസിന് 2 പ്രാവശ്യം മടക്കിയിട്ട് ഇതേപോലെ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് പറ്റുന്നില്ലെങ്കിൽ ഇതേപോലെ മടക്കിയിട്ട് ഒരു ഹാർട്ടിൻ്റെ പകുതി നമ്മൾ വരച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ 2 പീസസ് നമുക്ക് കിട്ടും കണ്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിതാ ഈ 2 പീസും കൂടെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ ഒരു കോർണറിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതേപോലെ ഒരു കുഞ്ഞ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യില്ലേ നമ്മൾ, അതേപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ ഹാർട്ട് കട്ട് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പേപ്പറിൽ ഈസി ആയിട്ട് ഹാർട്ട് വരച്ചിട്ട് കട്ട് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ നമ്മൾ തുന്നി ഈ ഒരു ഹാർട്ടിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇവിടെ എത്തുമ്പോൾ നമ്മളൊന്ന് നിർത്തണം. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഈ ഒരു സെൻറ്റർ ഭാഗം വല്ല ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നിൽ നിർത്തിയിട്ട് ആ ഒരു കുനിപ്പിലോട്ട് കുറച്ച് താഴേക്ക് നമ്മളൊന്ന് കുത്തി കൊടുക്കണം. ഒരു കേവ് ചെയ്ത് വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ ഒന്ന് കറക്റ്റായിട്ട് കുത്തി കൊടുക്കണം. അതിനുശേഷം പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് കുറച്ച് ഭാഗം മാത്രം നമ്മൾ തുന്നാതെ മാറ്റി വിട്ടിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗത്ത് ഒന്ന് കെട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ പുറത്തോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിലത്തെ ഭാഗത്തെ ഇതേപോലെ റിവേഴ്സ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. ഇനിയിപ്പോൾ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നൂലൊന്നും കാണാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. മറ്റോണം ചെയ്താൽ നൂലിങ്ങനെ കാണും, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ടൂത്ത് പിക്കൊക്കെ വെച്ച് കുത്തി കൊടുത്ത് സൈഡൊക്കെ കറക്റ്റ് ഷേപ്പ് ആക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് വീണ്ടും ആ ഒരു തുണി ബാഗ് ഉണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഫില്ല് ചെയ്യുമ്പോൾ ഓരോ പോർഷനിലോട്ടും ആർട്ടിൻ്റെ സൈഡുകളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നന്നായി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ആ ഒരു സൂചി തന്നെയോ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കുത്തി നിറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വിട്ട ഭാഗം ഫില്ല് ചെയ്യാം. അതിനായിട്ട് ഈ ഒരു സൈഡിൽ ഇതേപോലെ തുന്നുക. അതിന് ശേഷം നൂല് ഇതേപോലെ എടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലും ഇങ്ങനെ തുന്നുക കേട്ടോ. പുറത്താണ് തുന്നി എടുക്കുന്നത്. ഇതേപോലെ തുന്നുക, ഇങ്ങോട്ട് എടുക്കുക കണ്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്താൽ ഇൻവിസിബിൾ സ്റ്റിച്ചായിട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തുന്നുക, ഇതേപോലെ എടുക്കുക, ഓപ്പോസിറ്റ് സൈഡിലോട്ട് ആ നൂലിനെ എടുക്കുക, ഇങ്ങോട്ട് തുന്നുക. അങ്ങനെ നമ്മളുടെ ആ കംപ്ലീറ്റ് വിട്ട് വെച്ചിരിക്കുന്ന ഭാഗം തുന്നിയെടുത്തതിന് ശേഷം നൂല് പിടിച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഫുൾ നൂല് ഉള്ളിലോട്ട് പോയിട്ട് സ്റ്റിച്ചിങ് കാണാത്ത വിധത്തിലാവും കേട്ടോ. എന്നിട്ട് അത് കെട്ടി ഉറപ്പിക്കുക. അങ്ങനെ നമ്മുടെ ഒരു കോർണർ ഭാഗത്ത് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ, തിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൂചി നമ്മളിത് ഉള്ളിലോട്ട് നന്നായിട്ട് മാക്സിമം എത്ര കയറ്റാൻ പറ്റുമോ അതുപോലെ കയറ്റി കൊടുത്തിട്ട് വലിച്ചു പിടിച്ച് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ നൂല് ഉള്ളിലോട്ട് പോകും, നമ്മുടെ കെട്ടൊന്നും കുഴപ്പമുണ്ടാവില്ല. കോർണറൊക്കെ നന്നാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും സൂചി തന്നെ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഈ ഒരു താഴത്തെ ഭാഗത്ത് ഒന്ന് കുത്തി കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തുന്നി മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് തുന്നി കൊടുത്താൽ നൂലിരിക്കുന്ന പോലെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുക കേട്ടോ. എന്നിട്ട് ആ ടൂത്ത് പിക്കിൻ്റെ ഭാഗം ഊരിപ്പോകാതിരിക്കാൻ നമുക്ക് ഒരു സൂചി നൂലിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം നമ്മളിതാ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആ ബോട്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കറക്റ്റ് നമ്മളുടെ അതിൻ്റെ നീളത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ച് ചെറുതായി പോയി കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം. പിന്നെ നമ്മളൊരു ഫോം ഷീറ്റ് സ്ട്രിപ്പ് പോലെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഒരു താഴത്തെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ മുകളിലത്തെ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ബോട്ടിലെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ കണ്ടത് നല്ലൊരു ഡെക്കറേറ്റീവ് പീസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ തുന്നിയെടുത്ത ആ ഭാഗം ഉണ്ടല്ലോ അവിടെ ഇതേപോലെ വീണ്ടും നമ്മളുടെ ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് ഓൾറെഡി ഗ്ലിറ്റർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേറെ ഗ്ലൂ ഒന്നും ഇടണ്ട കേട്ടോ. നമ്മുടെ ടൂത്ത് പിക്ക് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഷീറ്റ് വെച്ചിട്ട് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് പെയിൻറ്റോ പേപ്പറോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഫോം ഷീറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, പേപ്പർ ആയാലും മതി. ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ആ ഹാർട്ട് നമ്മൾ ഗ്ലൂ വെച്ച് ഇവിടെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഓപ്പണായിട്ട് ഭാഗം ആ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഫോം ഷീറ്റിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആ ഒരു റൗണ്ട് പീസ് കണ്ടോ. ഇപ്പോൾ ഇത് ഒട്ടിയിട്ടുണ്ട്, ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് തെർമോക്കോൾ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ബീഡ്സോ സ്റ്റോൺസോ എന്താണ് കുറച്ച് ഇതായിട്ടുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ അതിന് ശേഷം ഇത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ നമ്മൾ ഷീറ്റ് ഇളക്കി കളയുന്നില്ല, സൈഡിൽ ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഹാർട്ട് മാർക്ക കൊടുക്കേണ്ടതെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് മക്കൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടോ ഹസ്ബൻഡിനോ വൈഫിനോ ഫ്രണ്ട്സിനോ ഒക്കെ കൊടുക്കുക കേട്ടോ. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ എഴുതി കൊടുക്കും. എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.